അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ ആണെങ്കിലും കൂടിയിട്ട് ഇന്ന് വളരെ വിഷമമുള്ളൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ എല്ലാ മക്കളും ഉമ്മയൊക്കെ കൂടി ഒന്നിച്ച് പോവുകയാണ്, യാത്ര ചെയ്യണേ. അതായത് ഇത് എൻ്റെ അനിയനാണ് ഇരിക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടി പറയണേ, അറിയാത്ത സബ്സ്ക്രൈബേഴ്സിൻ്റെ അവർക്ക് വേണ്ടി പറയണേ. പിന്നെ പെങ്ങന്മാരെല്ലാം പുറകിലുണ്ട്, 3 പെങ്ങന്മാർ പുറകിലുണ്ട്. മാളോട് ഏറ്റവും ബാഗ് ചെന്ന് പെട്ടിക്കണേ. ഇവിടെ കുഞ്ഞിപ്പ കയറിയതുകൊണ്ട് ആട് എല്ലാം മുങ്ങിയാണ്, നല്ല വർക്കിലാണ് ആള്. അപ്പോ റോഡ് പണിയാണ് ഇവിടെ. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു മൂത്തമ്മ, അതായത് ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ മൂത്തമ്മ മരിച്ചിട്ടുണ്ട്. കുറച്ച് പ്രായമുണ്ട്, കുറച്ച് വയ്യാതെ കിടക്കേന്ന്. കുറെ ആയിട്ട് ഇങ്ങനെ പോണം എന്ന് വിചാരിച്ചിരുന്നു ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ പക്ഷെ കുറച്ചായിക്കണ് പോയിട്ട് അപ്പോൾ ഇന്നിങ്ങനെ ജസ്റ്റ് മൂത്തമ്മ മരിച്ചപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു വണ്ടിയിൽ തന്നെ പോവച്ചിട്ട് ഒന്നിച്ച് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഭാഗങ്ങളൊക്കെ അതേപോലെ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യണേ. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളെ നാട്ടിലെ ഭാഗങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ കുറേ ഭാഗങ്ങളെല്ലാം ഈ വീഡിയോയിലുണ്ട്. ഞങ്ങളുടെ നാടിനെ കുറിച്ചും ഞങ്ങൾ ശരിക്കും ഇതിനു മുമ്പെല്ലാം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ശരിക്കുള്ള സ്വദേശം തിരേപ്പുറം അഞ്ചുമൂലയാണ്. അപ്പോൾ അതിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാം മുത്തമ്മാൻ്റെ മഹഫറത്തിന് വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ മയ്യത്തൊക്കെ എടുത്ത് എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. ശരിക്കും പച്ച കൊടപ്പനൊക്കെ കണ്ട പാലക്കാടിന്റെ തനിമ കൊടപ്പന. എന്താ ഭംഗിയില്ല. ഇത് രസമുണ്ടല്ലേ. ഇവിടെ ചുവപ്പില്ല, ചുവപ്പ് നല്ല ഉണ്ട്, എല്ലാം ചുവപ്പുണ്ട്. നിശ്ചിതാ ഇപ്പൊ ഛർദിക്കണമെന്നില്ല, സുഖമായിട്ടിരിക്കണേ. നിശ്ചിത അടിപൊളിക്കണേ. ഇതൊക്കെ എടുന്നിറങ്ങിയൊക്കെ നീച്ചാണ് ഇരിച്ചോ. ഓക്കെ, മില്ല് കാണിക്കാൻ മറന്ന്. ഇതാണ് നമ്മൾ പാലത്തിലിങ്ങനെ തറവാട്ടിങ്ങനെ മില്ല്. ഇതിന് മുമ്പ് ഒരു മില്ല് കഴിഞ്ഞാൽ എടുക്കാൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ മണിൻ്റെ വീട്. പാവത്തിൻ്റെ വീട് ഇങ്ങനെ എത്താൻ പോകുന്നുള്ളൂ. ഇല്ല, അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ സ്ഥലം, പള്ളിപ്പുറം തിരേപ്പുറം അഞ്ചുമൂല. അപ്പോൾ ഇതാണ് വേറെ ജാസ്തി വീട്, മോൻ്റെ വീട്. അപ്പോൾ ഇത് വായനശാല കഴിഞ്ഞു.
ഗേറ്റ് തുറന്നിട്ടുണ്ട്. അടുത്ത ട്രെയിൻ വരുമ്പോൾ അതിന് വെപ്പടക്കും. അതിന് വേഗം രക്ഷപ്പെടണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്തൊന്നും നമ്മൾ കാണില്ല. ഗേറ്റിലൊക്കെ പോയി നല്ല ഓർബിറ്റ് കാര്യങ്ങൾ തന്നെ ആ ഗേറ്റിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മൾ ഗേറ്റിങ്ങിൽ എന്ന് പറയും. ഗേറ്റിങ്ങിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തിരുവനന്തപുരം ഗേറ്റ്. നല്ല റോഡൊക്കെ കേട്ടോ. ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ റോഡ് വളരെ മോശമായിരുന്നു. ഇപ്പോൾ വളരെ നന്നായിട്ടുണ്ട് റോഡ്. ഓക്കെ, ഇവിടെ കല്യാണം ഉണ്ടായിട്ടുണ്ടല്ലേ മണ്ഡപത്തിൽ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്, പാലക്കാട് ഡിസ്ട്രിക്ട് തിരുവനന്തപുരം. അപ്പോൾ ആ കുളം ഇന്നും അവിടെ ഉണ്ട്, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. കാരണം ഈ ഇറങ്ങൊക്കെ വേണം താഴത്തേക്ക്, എന്നാലേ കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. കുളം താഴെ ഉണ്ട്. മാൾമുവാ പണ്ടത്തെ കാലത്തിലാ ചാടാൻ വന്നിട്ട് വീണ. ആ ശരി. കടല ഇഞ്ഞും കിട്ടും. കടല വാങ്ങിത്തരാ. കടലാകുമ്പോ ഇവിടെ വളഞ്ചേരി ഇവിടെ ഉണ്ടാവും. നോക്കാം. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഈ അഞ്ചുമൂലിന്റെ ഇടയിലാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് മായാത്ത ഓർമ്മകളുണ്ട്. അപ്പൊ ഞങ്ങളെ ചെറുപ്പകാലങ്ങളിലെല്ലാം കുട്ടിക്കാലത്തെല്ലാം ഈ മദർസ് സ്കൂളില്ലാത്ത ദിവസം ഉമ്മ ഞങ്ങളെ കയ്യും പിടിച്ചുകൊണ്ട് ഇതിൽ കൂടി ഇവിടുന്ന് ഏകദേശം ഈ ഉമ്മാന്റെ വീട്ടിക്ക് ഒരു ശരിക്കും നമ്മളെ വെട്ടിച്ചെന്ന് പറയാൻ പറ്റൂല അല്ലെ, അത്രയും ഭംഗിയാണ്. എവിടെയോ എറണാകുളത്തോ എവിടെ ആര്? ആ അതെ. ആ കുറച്ചാൾ നടന്നാലും വേണ്ടില്ല, ഏതെങ്കിലും സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. ആ കുഞ്ഞോളുണ്ട്. ഏത് ബസ്സിന് വരുമ്പോഴല്ല എത്ര കാലം അങ്ങനെ വന്നും പോയി ചെയ്തിക്കണേ. ആ ആണ്ട് കൊണ്ടാക്കലും രാവിലെ മദർസ കൊണ്ടാക്കലും. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. ഇവിടെ പള്ളി ഉദ്ഘാടനം ഉണ്ട് കേട്ടോ. കണ്ടില്ലേ പള്ളി ഉദ്ഘാടനം. ഇവിടെ എന്ത് സ്ഥലത്തിന് പേര്? കോട്ടപ്പുറം, വളാഞ്ചേരി കോട്ടപ്പുറം പള്ളി ഉദ്ഘാടനം നടക്കുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ 5 പേരും 5 മക്കളും ഉമ്മയും കൂടി പോരെന്നല്ല പറഞ്ഞു. അപ്പൊ അതെന്ന് വെച്ചാല് ഒരു മൂത്ത പെങ്ങളെ വീട് കല്ലുവെട്ടപ്പാറയാണ്, രണ്ടാമത്തെ പെങ്ങള് കുറ്റിപ്പുറമാണ്, നമ്മളെ വളാഞ്ചേരി കുറ്റിപ്പുറം. അതുപോലെ തന്നെ ചെറിയ പെങ്ങളെ വീട് തലക്കടത്തൂരാണ്. അവിടുന്ന് അവര് പിന്നെ പുത്തനത്താണി നിന്നിട്ട് ഒന്നിച്ച് ഞാനും അനിയനും കുഞ്ഞിപ്പം എല്ലാവരും കൂടിയിട്ട് പിന്നെ മാളും ഇതിലുണ്ട്. അനിയൻ്റെ വൈഫ് പോന്നിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അനിയൻ്റെ വൈഫിനെ എപ്പോഴും ഇങ്ങനെയുള്ള ഗ്യാസ് കിട്ടി ഇങ്ങനെ ഒന്നിച്ച് മൂടിക്കിടച്ച വണ്ടിയിലൊക്കെ പോരുമ്പോൾ ഭയങ്കര തലവേദന, വോമിറ്റിംഗ് ഒക്കെ വരും. അപ്പോൾ അതിൻ്റെ പേരിൽ എപ്പോഴും ബൈക്കിൽ തുറന്ന ഓട്ടോയിലൊക്കെ പോരാറുള്ളൂ. അപ്പോൾ അവർ പോന്നിട്ടില്ല. പിന്നെ അവിടെ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് പോന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ശരിക്ക് എല്ലാവരും കൂടി ഒന്നിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ട. ആൾമോ ആ തേങ്ങരവൊക്കെ കേട്ടിട്ട് ആണെ കൊണ്ടായി തരാന്ന് പറയുന്നത്. അടുത്ത മഴ പെയ്ത് മാഷാ അല്ലാ. എന്താ പള്ളി
അടിപൊളി മഴ പെയ്തുകൊണ്ട് കേട്ടാണ്. ഇവ മൂത്ര വെച്ചിട്ട് വരാൻ പോവാണ്. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.